ഗൈസ് നമ്മളിന്ന് പോണത് വേറെ എവിടെ അല്ല, നമ്മളെ പെങ്ങളെ വീട്ടിലേക്കാണ്ടോ. അപ്പോൾ അവിടെ 90-നെ കൂട്ടി കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ബുധനാഴ്ചയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞായറാഴ്ച എല്ലാവർക്കും മുടക്കല്ല. അപ്പോൾ അന്നാണ് നമ്മൾ പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഞാനും വൈഫും അച്ഛനും അമ്മയും മോനും ആണ് പോണത്. അതുപോലെ തന്നെ അവരെ വീട്ടിൽ അവരെ ഫാമിലീസൊക്കെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. വീട് ഇവിടെയാണ്, നമ്മൾ തൃശ്ശൂർ രാമവർമ്മപുരമാണ്. അപ്പോൾ അവളെ രണ്ടാമത്തെ കുട്ടിയുടെ നൂലുകെട്ട്, അതായത് പേരിടലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുമിച്ച് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതാണ് ആൾ, അതാണ് ചെറിയ ആൾ. മൂത്ത ആളുണ്ട്, അവളുടെ പേര് മിഴി എന്നാണ്, മിഴി മന്ത്ര എന്നാണ്. ഇതാണ് താഴുള്ളവൾ, പുതുമുഖം. അപ്പോൾ ഇവളുടെ പേരിടലാണെന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കുറച്ച് ദിവസം അവിടെ കണ്ടുപിരിച്ചിട്ടുണ്ടല്ലോ. 90 ദിവസം നമ്മളെ വീട്ടിലല്ലായിരുന്നു. അപ്പോൾ എന്നെ വല്ലാണ്ട് അവൾക്ക് പിടുത്തായിട്ടുണ്ട്. നമ്മളെ താടിയും കോലൊക്കെ കണ്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ നിൽക്കണ പോലെയാണ് തോന്നുന്നത്. ഈ ചുരിദാർ ഇട്ടതാണ് കേട്ടോ മൂത്താൾ. പരിപാടി തുടങ്ങി. അപ്പോൾ നമ്മളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവരച്ഛൻ ബാക്കിലുണ്ട്, കുട്ടീനെ മടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പേര് ഇടുന്നത് ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ പേര് വിളിക്കുന്ന പേര് വിളിച്ചത് സ്വരമന്ത്ര എന്നാണ് പേര് വിളിക്കുന്നത്. അപ്പോൾ താഴെയുള്ള കുട്ടിയുടെ പേര് സ്വരമന്ത്ര. നല്ല പേര് തന്നെയാണ്. രണ്ട് മേഴിമന്ത്ര മൂത്തുള്ള പേര്, താഴെയുള്ള പേര് സ്വരമന്ത്ര. സ്വരമന്ത്ര കുഴപ്പമില്ല, നല്ല പേര് തന്നെയാണ്. മൂത്തുള്ള പേര് മേഴിമന്ത്ര, അവളെ പേര് സ്വരമന്ത്ര. അപ്പോൾ വിളിക്കാനും ഓർമ്മയിൽ നിൽക്കുന്ന പേരുകൾ തന്നെയാണ് രണ്ടും. മൂത്തോളം നമ്മൾ വീട്ടിൽ പീലി എന്നാണ് വിളിക്കുക. ഇവളെ ഇപ്പം നിലവിൽ പേരൊന്നും ഇട്ടിട്ടില്ല. പീലിക്കുട്ടി എന്നാണ് നമ്മൾ വിളിക്കണത്. നമ്മളും ഇപ്പോൾ തന്നെയാണ് വിളിക്കണത്. അപ്പോൾ സ്വരമന്ത്ര എന്നുള്ളത് നല്ല കുഴപ്പമില്ല, അധികം ഇല്ലാത്ത പേരാണ്, എന്നാൽ കേൾക്കാനും ഒക്കെ ഉള്ളൊരു പേര്. അപ്പോൾ അമ്മ നമ്മളെ വക മാമാരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമ്മളെ വക ചെറിയൊരു ഇത് അമ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മൂത്ത കുട്ടിയുടെ മിഴി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മിഴി മന്ത്രമാണെങ്കിൽ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന മിഴി എന്നാണ്. അവളെ പരിപാടിക്കൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കത് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. അങ്ങനെ വീഡിയോ ഒക്കെ വൈഫ് ഫോണിലെടുത്തിട്ട് അങ്ങനെ അയച്ചു തന്നു. അപ്പോൾ ഇതാകുമ്പോൾ നമ്മളിപ്പോൾ നാട്ടിലായ സ്ഥിതിക്ക് നമ്മൾ യൂട്യൂബിലെടുത്ത് ഇടുമ്പോൾ അവർക്ക് ഇനി വർഷങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കാണാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഞാനും തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്തത്. മാത്രമല്ല പിന്നെ നമ്മളെ ഫാമിലീസിനെ എല്ലാവരും നമ്മൾ വിളിച്ചിട്ടില്ലല്ലോ. നമ്മളെ വീട്ടിൽ നിന്നുള്ള അംഗങ്ങൾ മാത്രമാണ് പോയത്. അപ്പോൾ നമ്മളെ ഫാമിലീസിൻ്റെ അമ്മയുടെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണാനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് തന്നെ. കാരണം അവരൊന്നും ഇതിൽ നമുക്ക് അങ്ങോട്ട് വന്നിട്ടില്ല. കാരണം ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മാത്രം, അവരെ റിലേറ്റീവ്സിൽ അവരാൾക്കാരൊക്കെ ഉണ്ട്, ഫാമിലീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളാൾക്കാർക്കൊക്കെ കാണാനും കൂടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തതിന് എൻ്റെ മെയിൻ കാരണം. മൂത്ത കുട്ടിയുടെ ആണെന്ന് നമുക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അധികം എടുത്തത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞപ്പോൾ അവരെ ഫാമിലീസ് ഓരോരുത്തരായിട്ട് കുട്ടിക്ക് ഓരോ പ്രസൻറ്റേഷൻ അങ്ങനെ കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ. അവരെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, അവരെ റിലേറ്റീവ്സാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞാനങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പുത്രനെ ഈ പൂവൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും അവനെ കൊണ്ട് ഒരു തൊഴിലില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സ്വഭാവം എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് അവ അങ്ങനെ ആയിട്ടുള്ളതെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ അവരെ റിലേറ്റീവ്സിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മളിനി ഒരു ഫോട്ടോ എടുക്കണ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലീസ് ഇതാണ്, നമ്മളെ നിലവിലുള്ള ഫാമിലീസ് ഉണ്ട്. ചേട്ടനും ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ അവരിവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ പേര് നമ്മളാണ്. ഇത് അവരെ റിലേറ്റീവ്സാണ്. അവരെ അച്ഛനും അമ്മയും ചേട്ടനും ഭാര്യയും കുട്ടിയും അവളെ 2 കുട്ടികളും. അപ്പോൾ ഇതാണ് അവരെ ഫാമിലീസ്, ഇതവരെ റിലേറ്റീവ്സാണ്. അപ്പോൾ അങ്ങനെ കുറേ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതവരെ ഫാമിലീസിൻ്റെ ഫുൾ ഫാമിലിയുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കണ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മറന്നാന്ന് നേരത്ത് ഭക്ഷണം കിട്ടിയപ്പോഴേ. പിന്നെ ഇവർ കഴിക്കണത് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ മൂത്തോളം നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് മനസ്സിലായില്ല. അവൾ നന്നായിട്ട് പാട്ട് പാടും, എനിക്ക് വീട്ട് പാട്ട് പാടിയതൊക്കെ തരും. അപ്പോൾ നമ്മളാൾക്ക് ഇങ്ങനെ പാട്ട് പാടാനല്ലോ, ഇമ്മാതിരി കോലാങ്കളങ്ങൾ കളിക്കാനേ അവനക്ക് നേരമുള്ളൂ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.